ഇതിപ്പോൾ നിറഞ്ഞിട്ടുണ്ട്. വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കും. ഈ വെള്ളം അവിടെ കൊണ്ടുപോയി വെക്കണമെങ്കിൽ ആദ്യം അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം എന്നല്ല, എല്ലാ ദിവസവും ഞാൻ ചെയ്യണ കാര്യമാണ്. അപ്പോൾ ഞായറാഴ്ചയപ്പോൾ ഇത് കാണിച്ചു തരാമെന്ന് വെച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല ചൂട് കാലമല്ലേ, വെയിലുള്ള സമയം കാരണം ഈ കിളികൾക്കൊക്കെ വെള്ളം വെച്ച് കൊടുക്കും ട്രേയിൽ. അങ്ങനെ പല സ്ഥലത്തും ഞാൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അതിൽ വെള്ളം നിറച്ച് വയ്ക്കും. ഇന്നിപ്പോൾ രാവിലെ നേരം കിട്ടിയില്ല, അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആണ്. നമുക്കതിൽ നിറച്ച് വെച്ചെടുത്തിട്ട് ഈ ക്യാമറ ഫോൺ അവിടെ കൊണ്ടുപോയി വയ്ക്കണം. വീട്ടിൽ വന്ന് കുളിക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാം. നല്ല രസമാണ് ചൂടത്ത് വീട്ടിൽ വന്ന് വെള്ളത്തിൽ കുളിക്കാനാണ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഈ ട്രേയിലെ വെള്ളം വറ്റി. ഏതായാലും ഇതിൽ വെള്ളം നിറക്കട്ടെ. ടാപ്പിൽ നിന്ന് വെള്ളം നിറക്കി വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം നിറച്ചിട്ട് അവിടെ കൊണ്ടുവയ്ക്കും. ഇതുപോലെ വേറെയും 1-2 സ്ഥലത്തൊക്കെ വെക്കും ഞാൻ. ഈ ചൂടത്ത് പല ജാതി പക്ഷികൾ വന്നിട്ട് കുളിച്ച് പോകണമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്നിട്ട് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നിറഞ്ഞിട്ടുണ്ട്. വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കും. ഈ വെള്ളം അവിടെ കൊണ്ടുപോയി വെക്കണമെങ്കിൽ ആദ്യം ഈ ക്യാമറ അവിടെ വയ്ക്കും. ഇനി അപ്പുറത്ത് വേറൊരെണ്ണം കൂടി വെക്കാണ്ട് അവിടെ വയ്ക്കും. ഇങ്ങനെ പറമ്പിൽ പല സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പല സ്ഥലത്ത് ഞാൻ ഇങ്ങനെ വെക്കാറുണ്ട്. അവിടെ പോയിട്ട് ഇവിടെ ഇറങ്ങുന്നുണ്ട്. അവിടെ മയില വഴി പോകുന്നുണ്ട്. അവിടെ പോകും. ഈ ട്രെയിൽ വയ്ക്കാറുണ്ട്. ഇവിടെ അങ്ങനെ വെച്ചാൽ മതി. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് പോകും. ഈ ചൂട് കാലാകുമ്പോഴേ ചെറിയ പക്ഷികൾക്കൊന്നും വെള്ളം അങ്ങനെ അവർക്ക് അധിക ദൂരം ചിലപ്പോൾ പറന്നു പോകാൻ പറ്റില്ലേ, അത്ര നല്ല ചൂടല്ലേ. അപ്പോൾ അവിടെ ട്രെയിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അവരത് വന്ന് വെള്ളം കുടിക്കും. അപ്പോൾ ഞാൻ ഈ ക്യാമറ ഇനി അവിടെ കൊണ്ടുപോയി വയ്ക്കാൻ പോകാം. അപ്പോൾ ക്യാമറ അവിടെ വെച്ച് അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതുപോലെ എല്ലാവരും പറ്റുമെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ ചെറിയ വല്ല പാത്രങ്ങളിലെ ചെറിയ പോട്ടുകളിലൊക്കെ വെള്ളം വെച്ച് കൊടുക്കുക. കാരണം ഈ ചൂട് ഒരിക്കലും ഈ ചെറിയ കിളികൾക്ക് സഹിക്കാൻ പറ്റില്ല. ചെറിയ കിളികൾക്കെന്നല്ല, പക്ഷികൾക്കൊന്നിനും എല്ലാ ജീവജാലങ്ങൾക്കും ചൂട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കഴിയാവുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു ചെറിയ പോട്ടിലോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പാത്രങ്ങളിലൊക്കെ അവർക്ക് വന്ന് വെള്ളം കുടിക്കാനും അവർക്ക് വന്ന് കുളിക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഈ ചൂടുകാലത്ത്. അപ്പോൾ അതെല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക.
ഞാനിത് കുറേ കാലമായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. സാധാരണ ഈ വേനൽക്കാലമായി കഴിഞ്ഞാൽ സ്ഥിരം ഞാൻ ചെയ്യും. എൻ്റെ പറമ്പിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ചെറിയ ഈ ഡിഷുകളിൽ ഇത് പണ്ട് റബ്ബർ ഷീറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ഡിഷാണ്. അപ്പോൾ അതിലിങ്ങനെ വെള്ളം വെച്ച് കൊടുക്കുക. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒരുപാട് പക്ഷികൾ വരും. അപ്പോൾ ഞാൻ മുഴുവൻ എടുത്തില്ല എന്നുള്ളത്. ഞാൻ ഒരു 15-20 മിനിറ്റ് അവിടെ ക്യാമറ വെച്ചുള്ളൂ. അതിൽ തന്നെ എത്രയും വന്നു. വൈകുന്നേരം വരെ വരുമ്പോഴേക്കും എല്ലാ ജീവികളും വരും, മയിലും എല്ലാ സാധനങ്ങളും, എല്ലാ പക്ഷികളും വന്ന് ഇങ്ങനെ വെള്ളത്തിൽ വന്ന് കുളിച്ച് പോകണതാണ്. നല്ല രസമാണത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് അവരവരുടെ വീടുകളിൽ ഇതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ കേട്ടോ. നല്ല കാര്യമല്ലേ, ജീവികൾക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാൻ കൊടുക്കുക. ഇതൊരു ചാരിറ്റിയാണെന്ന് വിചാരിച്ചാൽ മതി, നല്ല കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്യണം. ഓക്കെ. പിന്നെ ഇത് ചെയ്തിട്ട് അതിൻ്റേതായ ഫോട്ടോ വീഡിയോ ഒക്കെ നിങ്ങളും ഫേസ്ബുക്കിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാം. എല്ലാവരും ചെയ്യട്ടെ, ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യട്ടെ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ചുമ്മാ വെറുതെ ഇങ്ങനെ ഞായറാഴ്ച ഇരിക്കുമ്പോഴുന്ന ഓരോ വീഡിയോസാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്, വീണ്ടും കാണാം.